പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ജയിച്ചോട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ മാത്രമല്ല എല്ലായിടത്തും മോള് മാത്രമേ ജയിക്കുള്ളൂ, മോളെ കൂടെ നിർത്തിയാലേ നമ്മുടെ തറവാടിന് വിജയം ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു, ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ടല്ലോ, അതെന്താന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ പുരോഹിതൻ എന്നോട് പറഞ്ഞതാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ദൈവം നമ്മുടെ പ്രാർത്ഥന കൊണ്ട് പറഞ്ഞയച്ചതാണ് നയനമോളെ. അവളെ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല, ആ ഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൽ പറയാണ് കേട്ടോ. പിന്നീട് ആദർശിൻ്റെ അടുത്തേക്കാണ് നയന വരുന്നത്. ആദർശാണെങ്കിലും ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു, അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്തത് മോശമായി പോയി എന്നൊക്കെ. പിന്നീട് നയന വരുന്ന സമയത്ത് താങ്ക്സ് പറയാണ് കേട്ടോ. അപ്പോൾ എന്തിനാന്നൊക്കെ നയന ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ മുത്തശ്ശന് ഞങ്ങളാരും പറഞ്ഞിട്ട് ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ നീ പറഞ്ഞപ്പോൾ ആഹാരം കഴിച്ചില്ലേ എന്ന് പറയും. ആഹാരം മാത്രമല്ല മരുന്നും കഴിച്ചു, ഡോക്ടറെ വരുത്തിക്കോളാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പം അതിനാണ് താങ്ക്സ് പറഞ്ഞതെന്ന് പറയും. ഒരു താങ്ക്സ് കൊണ്ടൊന്നും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശൻ നമ്മൾ ഒരുമിച്ച് പോകണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് ഈ ജന്മം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശനെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്, ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ എല്ലാവരും മുത്തശ്ശന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ അതിലേറ്റവും കൂടുതൽ മുത്തശ്ശന് വേണ്ടി രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാനാണ്. മുത്തശ്ശന് ഒരുപാട് കാലം ഇങ്ങനെ നല്ലതായിട്ട് ജീവിച്ചിരിക്കണം, എന്നാലേ എനിക്ക് ഈ വീട്ടിലെ ആയുസുള്ളൂ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നൊക്കെ ആദർശിനോട് ചോദിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, തർക്കിക്കാനൊന്നും ഞാനില്ല, ഇന്ന് നീ ചെയ്തത് നല്ല കാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് താങ്ക്സ് പറഞ്ഞതെന്ന് പറയും. പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, ഈ വീട്ടിലെ എൻ്റെ ജോലി ഇപ്പോൾ ഇവിടെ ഉള്ളവരെ സന്തോഷത്തോടെ വെക്കുക എന്നുള്ളതാണ്, പക്ഷേ എന്നെ സന്തോഷിപ്പിക്കേണ്ട ആൾ അത് സന്തോഷം എനിക്ക് തരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ, നിന്നെ ഒന്ന് സ്നേഹിച്ച് വരുമ്പോൾ നീ തന്നെയല്ലേ അതെല്ലാം ഇല്ലാതാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനായിട്ടല്ല അതൊന്നും ഇല്ലാതാക്കുന്നത്, ചിലപ്പോൾ നമ്മുടെ ജാതകം നോക്കാതെയല്ലേ കല്യാണം നടന്നത്, ചില ഗ്രഹങ്ങൾ തെറ്റി നിന്നാൽ അതിൻ്റെ പൊരുത്തക്കേടുണ്ടാവും, അതുകൊണ്ടാവാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശിൻ്റെ അസുഖം മാറാനായിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, അതിൻ്റെ കൂട്ടത്തിൽ ആദർശേട്ടൻ്റെ മനസ്സും കൂടെ മാറാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് സങ്കടത്തോടുകൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ്. പിന്നീട് മുത്തശ്ശനാണെങ്കിൽ ജലജ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഓർക്കുന്നത്, സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അന്നങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് അവരുടെ കുടുംബ വക്കീൽ വരുന്നുണ്ട്. അപ്പോൾ നയനയ്ക്ക് അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വാതിൽ തുറന്നിട്ട് ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്നെ മനസ്സിലായില്ല അല്ലേ, കല്യാണത്തിനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടുത്തെ കുടുംബ വക്കീലാണെന്ന് പറയും. അപ്പോൾ അകത്തേക്ക് വരാനായിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് വരുന്ന സമയത്ത് ജയനും ദേവയാനിയും അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരാ ഇത്, വക്കീലോ, എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് പറയും. അപ്പോൾ മൂർത്തി സാറ് വിളിച്ചിട്ട് വന്നതാണ്, അദ്ദേഹത്തിന് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത്. സാധാരണ എന്തെങ്കിലും ഇങ്ങനെ വക്കീലിനോട് സംസാരിക്കാനുണ്ടെങ്കിൽ അച്ഛൻ ഞങ്ങളെയാണല്ലോ ആദർശിനെ എന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്, ഇതങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പം അച്ഛൻ എന്തായിരിക്കും ഇങ്ങനെ വക്കീലിനോട് പറയാനുള്ളത് എന്നൊക്കെ ദേവേനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് മനസ്സിലല്ലേ ഉള്ളത്, അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയും. അപ്പോഴേക്കും മുത്തശ്ശിനെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിനോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നാളെ പറയാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, എന്നാലും അച്ഛന് എന്താണെന്ന് തുറന്ന് പറഞ്ഞുകൂടെയാണ്, അപ്പോൾ എന്തായാലും ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ അതെന്നെ ചോദിക്കുന്നതെന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ ജാനകിനോട് ചോദിക്കുകയാണ് കേട്ടോ. കുറച്ചിങ്ങനെ ഒരു ഗൗരവത്തിലാണ് ചോദിക്കുന്നത്. പിന്നീട് വക്കീലിനെ വിളിച്ചിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജയൻ ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മേനോടും ഇങ്ങനെ വക്കീൽ വരുന്ന കാര്യം പറഞ്ഞില്ലേന്ന്. അതൊന്നും പറഞ്ഞില്ല, എന്തൊക്കെ പ്രധാന തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഇന്നലെ രാത്രി സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, അച്ഛനിപ്പോൾ എന്തായാലും രോഗം വന്നതല്ലേ, അപ്പം അച്ഛന് തോന്നിക്കാണും എല്ലാം ഇങ്ങനെ തീർത്ത് വെക്കാം, വീടിനുള്ളിൽ എപ്പോഴും അടിയും വഴക്കൊക്കെ അല്ലേ എന്ന് പറയും. അപ്പം നീ എന്താ പറഞ്ഞു വരുന്നതെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് ഞാനൊന്നും പറഞ്ഞില്ല, അച്ഛന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്നിങ്ങനെ ജലജ പെട്ടെന്ന് തന്നെ പറയാണ് കേട്ടോ. പിന്നീട് വക്കീലിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ വക്കീൽ വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും അറിഞ്ഞാൽ മതി. അപ്പോൾ ചിലരിങ്ങനെ വിളിച്ച് ചോദിക്കും എന്തിനാ വന്നത്, എന്താ പറഞ്ഞതെന്നൊക്കെ, അവരോടൊന്നും പറയാൻ നിൽക്കരുത്. എന്തായാലും എൻ്റെ കൊച്ചുമക്കളും അതുപോലെ തന്നെ മക്കളൊന്നും ചോദിക്കാൻ പോവില്ല, പക്ഷേ അതറിയാൻ ആഗ്രഹമുള്ളവർ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചാലും ഒന്നും പറയണ്ടെന്ന് പറയുമ്പോൾ വക്കീൽ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തു പോവില്ല, അത് ഞാൻ ഗ്യാരണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ജലജയാണല്ലോ സ്വത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശൻ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. 3 കൊച്ചുമക്കളെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്ന് പറയാറുണ്ട്, പക്ഷേ അതിൽ എനിക്കും അബിക്കും പക്വതയായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ ജലജയ്ക്ക് അത് ഇഷ്ടാവുന്നില്ല. എനിക്ക് പക്വതയായിട്ടില്ല, പക്ഷെ അബിയുടെ കാര്യം അങ്ങനെയൊന്നും അല്ലാന്ന്, അവനിങ്ങനെ 3-4 ബ്രാഞ്ചൊക്കെ നോക്കി നടത്തിയിരുന്നല്ലേ എന്ന് പറയുന്ന സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, അവന് അതൊക്കെ
കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയത് കൂടിപ്പോയതുകൊണ്ടാണ് അവനിപ്പോൾ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമായത് എന്നൊക്കെ പറയുന്ന സമയത്ത് ജലജ പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി അവനെ ഇടിച്ച് താഴ്ത്താനൊന്നും നോക്കണ്ടാന്ന്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ദേവേനെ അവനെ ഇടിച്ച് താഴ്ത്തിയിട്ടൊന്നുമില്ല, ഉള്ള സത്യം തുറന്നു പറയണമല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശനും വക്കീലും കൂടെ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ അതിന് വക്കീലിനെ പറഞ്ഞയക്കുന്നുണ്ട്, നാളെ രാവിലെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് ഇങ്ങനെ അതുപോലെ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, ഒന്നും അറിയാത്ത പോലെ അച്ഛന് ഇങ്ങനെ ഇടിപിടിയെന്നൊരു തീരുമാനമൊന്നും എടുക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. ചിലർ സംസാരിക്കുന്നത് ഹൃദയത്തിൽ നിന്നാവും. അപ്പോൾ അവർ ചിലപ്പോൾ അത് സംസാരിക്കണമെന്ന് പോലും ഇല്ല. അവരെന്തായാലും ഇങ്ങനെ മറ്റുള്ളവരെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അവർക്ക് ഇങ്ങനെ സ്വത്തും ഒന്നുമല്ല വേണ്ടി വരുന്നത്. അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളും ഈ വീട്ടിലുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. എന്തായാലും ഞാൻ ഇങ്ങനെ ഈ വാർദ്ധക്യത്തിൻ്റെ മറവിയായിട്ടല്ല ഇവിടുന്ന് പോകാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് തന്നെയാണ് നാളെ എനിക്ക് എന്ത് സംഭവിച്ചാലും പോകാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി ഇങ്ങനെ നയനയുടെ തലയിലൊക്കെ ഇങ്ങനെ തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ കിളവൻ ഇങ്ങനെ എല്ലാ സ്വത്തുക്കളും ഇവളുടെ പേരിൽ എഴുതി വെക്കുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ജലജയ്ക്ക് ഉണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നേരെ നയനയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പം നയനയെങ്കിലും സങ്കടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മുത്തശ്ശൻ അതൊക്കെ പറയുന്ന സമയത്ത്. അപ്പോഴാണ് ജലജ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. അപ്പോൾ ആ ഒരു പേടിയും ജലജയ്ക്കുണ്ട്, ഇനിയിപ്പോൾ എല്ലാ സ്വത്തും നയനയുടെ പേരിൽ എഴുതി വയ്ക്കുമോ എന്നുള്ള. അതിനുശേഷം നന്ദു ആണെങ്കിൽ ഇങ്ങനെ അനിയനെ കുറിച്ച് ഓർത്തുകൊണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഓർക്കുന്നത്. അനിയാണെങ്കിലും നന്ദുവിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനെ വിളിക്കുന്ന സമയത്ത് നന്ദു കോൾ എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നന്ദു വലിയ പ്രതിഷേധത്തിലാണല്ലോ, അവളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇപ്പോൾ കുറച്ചായിട്ട്, അല്ലെങ്കിൽ എൻ്റെ കോള് കണ്ടാൽ പെട്ടെന്ന് തന്നെ തിരിച്ച് വിളിക്കേണ്ടതാണ്, ഇപ്പോൾ കുറച്ചായിട്ട് അതൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനി മനസ്സിലോർക്കുകയാണ് കേട്ടോ. പിന്നീട് നന്ദു ആണെങ്കിലും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് കനക വരുന്നുണ്ട് കേട്ടോ, ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ. അപ്പോൾ വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അപ്പോൾ അതെന്താ നിനക്ക് വിശപ്പില്ലാത്ത, ഈ വീട്ടിൽ നീ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിനക്കാണല്ലോ നല്ല വിശപ്പ്, ഇപ്പം എന്താ അങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതിൻ്റെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ മനസ്സിൽ എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, അത് ഞാൻ ഗോവിന്ദേട്ടനോടും നയനമ്മോളോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അമ്മ വെറുതെ ഇങ്ങനെ മനസ്സിലുള്ളത് അവരോടൊന്നും പറയാനായിട്ട് നിൽക്കണ്ട, എൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മക്കളെ ഈ പ്രായത്തിൽ വിഷാദരോഗത്തിലേക്ക് പോകുമ്പോൾ അമ്മമാരുടെ മനസ്സൊന്ന് പാളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിൻ്റെ ചേച്ചിമാരോടൊക്കെ ഞാൻ പറയായിരുന്നു നല്ല കുടുംബത്തിലെ ഇങ്ങനെ പയ്യന്മാരൊക്കെ കണ്ടുവെക്കണമെന്ന്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചേർന്നൊരു ബന്ധം മതി. അപ്പം നമ്മുടെ ഇങ്ങനെ കുടുംബത്തിൻ്റെ താഴെയും പോകണ്ട മുകളിലും പോകണ്ട, അമ്മയ്ക്ക് അത്രയേ ഉള്ളൂ, നല്ലൊരു കുടുംബത്തിലേക്ക് നിന്നെ പറഞ്ഞു വിടണം, അത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്ന് ജീവിതത്തിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. നീ ഇപ്പോൾ കാണുന്നില്ലേ നിൻ്റെ ചേച്ചിമാരുടെ ജീവിതം, അനന്തപുരിയിലെ അവരുടെ ജീവിതം കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്, ഏത് സമയത്തും അവർക്ക് വേണ്ടി ഈ വീടിൻ്റെ വാതിൽ തുറന്ന് തന്നെ ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അമ്മ പറയുന്നത്. അപ്പം മോളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മോളങ്ങ് മാറ്റി വെച്ചേക്കെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മനസ്സിൽ ആരുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ഇങ്ങനെ അനിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ആരാധികയായിട്ട് വന്നവളെ എൻ്റെ ജീവിതത്തിലേക്കും ഈ തറവാട്ടിലേക്ക് ഇടിച്ചു കയറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിപ്പോൾ ആരോടൊന്നും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, ആദർശേട്ടൻ പോലും എന്നെ തള്ളിക്കളയും, വല്യമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാണ്, വളകാപ്പിൻ്റെ അന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്ന സ്ഥിതിക്ക് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനും പറ്റില്ല, അനാമികയായിട്ടുള്ള വിവാഹം കുറച്ച് നീട്ടി വയ്ക്കുക എന്നല്ലാതെ എന്നൊക്കെ അനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നയനയാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശനും മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ്റെ മനസ്സിലുള്ളത് ഇതുവരെ തുറന്നു പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വക്കീൽ വരുന്നുണ്ട്, വക്കീൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ജയനാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും എല്ലാം തന്നെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ എൻ്റെ കാലശേഷം മക്കൾ തമ്മിൽ ഇങ്ങനെ അടി കൂടാതിരിക്കാൻ ഇങ്ങനെ ഒരു തീരുമാനമാണ് നല്ലത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ജൽജയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, മുത്തശ്ശിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ജയനാണെങ്കിൽ അങ്ങനെ അത് ഇഷ്ടമാവുന്നൊന്നുമില്ല കേട്ടോ, സ്വത്ത് ഭാഗം വയ്ക്കാമെന്ന് പറഞ്ഞു തന്നു. പിന്നീട് ഇങ്ങനെ എഗ്രിമെൻ്റ് എഴുതിയതൊക്കെ മുത്തശ്ശൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ എൻ്റെ മക്കളെ അങ്ങനെ
വേർതിരിച്ച് കാണില്ല, എല്ലാവർക്കും ഇങ്ങനെ ഒരുപോലെ ആയിരിക്കും, വേർതിരിവ് കാണിക്കില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ടാണ് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇനി അത് കിട്ടിയിട്ട് വേണം ഇനിയിപ്പോൾ ഇങ്ങനെ മക്കളുമായിട്ട് ഇങ്ങനെ നല്ല സന്തോഷത്തോടെ ജീവിക്കാനെന്നൊക്കെ ജലജ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നീട് ആദർശം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശം മോൻ വന്നല്ലോ, മോൻ തന്നെ ഇതൊന്ന് എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുക, എല്ലാവർക്കും ഉള്ളത് ഇതിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ എഗ്രിമെൻറ്റ് ഇങ്ങനെ ആദർശിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ നീ അത് വായിക്കാത്ത മോനെ എന്നിങ്ങനെ ചോദിക്കും. ആദർശം അത് വായിക്കാതിരിക്കുന്നത് കാണുമ്പോൾ ആ സമയത്ത് ജയനാണെങ്കിലും ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, എന്തിനാണ് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ തറവാട് വെട്ടി മുറിക്കാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആണെങ്കിലും ജലജ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, വീട്ടിലെ കാരണവരെ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ അതിന് ചോദ്യം ചെയ്യല്ല വേണ്ടത്, അതിൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് പറയാണ് കേട്ടോ. പിന്നീട് ആദർശാണെങ്കിൽ ചെയ്യുന്നത് ആ എഗ്രിമെൻറ്റ് വായിക്കാതെ അതങ്ങ് കീറിക്കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ജലജയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലോ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.